ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DELED 2024 വർഷത്തെ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ തിരുത്തലോ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ലിസ്റ്റിലെ ആപ്ലിക്കേഷൻ നമ്പറും ബന്ധപ്പെട്ട രേഖകൾ സഹിതം 24/7 ജൂലൈ 24 ബുധനാഴ്ച 3 മണിക്ക് മുമ്പായി മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ വരുത്താനുള്ളവർ നേരിട്ട് ഹാജരായി കറക്ഷൻ ചെയ്യേണ്ടതാണ്. ഇമെയിൽ, തപാൽ, ഫോൺ മുഖേനയുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല. ഭിന്നശേഷി വിഭാഗക്കാർ, ജവാന്റെ ആശ്രിതർ, വിമുക്ത ഭടന്റെ ആശ്രിതർ, സൈനിക വെൽഫെയർ ബോർഡ്, തഹസിൽദാരിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർ, EWS വിഭാഗക്കാർ എന്നിവർ ലിസ്റ്റിൽ സംവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ റിസർവേഷനും അതിൽ കറക്റ്റായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ പേരും വിദ്യാഭ്യാസവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ലിസ്റ്റിൽ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. അതിലെന്തെങ്കിലും കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ DD ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഓക്കെ. 24-ാം തീയതി 4 മണിക്ക് ലിസ്റ്റ് PSCക്ക് നൽകേണ്ടതിനാൽ സമയപരിധിക്ക് ശേഷം വരുന്ന തിരുത്തലുകൾ പരിഗണിക്കുന്നതല്ല. NSS +2 തലം NCC 10 മാർക്കിൻ്റെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ, രാജ്യ പുരസ്കാർ തുടങ്ങിയവ റിമാർക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കലാകായിക മേളകളുടെ വിവരം രേഖപ്പെടുത്തേണ്ടതില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ റിമാർക്സിൽ NSS +2 തലം NCC ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നോക്കുക. അപാകത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ സമയപരിധിക്കകം നേരിട്ട് വന്ന് ന്യൂനതകൾ പരിഹരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ അപാകത ലിസ്റ്റ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആകുന്നതാണ്. ഓക്കെ. ഒരു ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാനിവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. DELED ഗവൺമെൻറ് സയൻസ്, ഗവൺമെൻറ് ഹ്യൂമാനിറ്റീസ്, ഗവൺമെൻറ് കൊമേഴ്സ്, അത് 3 ഗവൺമെൻറ് എയ്ഡഡിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെയാണ്. തൊട്ട് താഴെയുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് അപ്ലൈ ചെയ്തവരുടെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. ഗവൺമെൻറ് സയൻസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ റിലീജിയൻ, അതുപോലെ കമ്മ്യൂണിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, മാർക്ക്, ടോട്ടൽ മാർക്ക്, പെർസെൻറ്റേജ്, പിന്നെ ആ റിമാർക്സ് ഞാൻ പറഞ്ഞല്ലോ, NSS, NCC, EWS അങ്ങനെയുള്ള നിങ്ങളുടെ റിമാർക്സ് എല്ലാം അതിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ അപാകത ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ അപാകത ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്താണ് റിമാർക്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ വന്നേക്കുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപാകത, അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വെച്ചിട്ടില്ല, പിന്നെ കോഴിക്കോട് മറ്റുള്ള ജില്ലകളുടെ ഫോം നിങ്ങളെടുത്ത് മലപ്പുറത്തേക്ക് അയച്ചിരിക്കുന്നു, അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള ഫോം അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള പല റിമാർക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. മറ്റുള്ള ജില്ലകളിൽ ആപ്ലിക്കേഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ്. കൂടാതെ ചില ജില്ലകൾ ആപ്ലിക്കേഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ കറക്ഷൻ ചെയ്യാനുള്ള സമയം തരാറുണ്ട്. ചില ജില്ലകൾ ഡയറക്റ്റായിട്ട് PSCയുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഈ വെബ്സൈറ്റിലേക്ക് വന്ന് നിങ്ങളുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. DELED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.